എന്തു തന്നെ സംഭവിക്കട്ടെ, എന്ത് സംഭവിച്ചാലും എൻ്റെ യേശു എന്നോട് കൂടെയുണ്ട്. എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ തലയിലെ ഒരു മുടിനാര് പോലും കൊഴിയുന്നില്ല എന്നുള്ള വലിയ ബോധ്യം എനിക്കുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉച്ചൈസ്വരത്തിൽ നമുക്ക് പറയാൻ ഇടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാലം സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ ജൂബിലി സമാപനത്തിലെ അഭിവന്ദ്യ തോമസ് മാർ കൂറിലോസ് പിതാവിന്റെ പ്രസംഗത്തിൽ നിന്ന്. ഇപ്പോൾ തന്നെ ഒരു ജൂബിലിയിലാണ്. 2025 എന്ന് പറയുന്ന ജൂബിലി വർഷത്തിലാണ്. നമ്മളുടെ 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മാർപ്പാപ്പ തിരുമേനി അദ്ദേഹം കൽപ്പിച്ചതാണ് ഈ 50 വർഷങ്ങൾ നമ്മൾ ആചരിക്കുന്ന വേളകൾ നമുക്ക് ജൂബിലിയായിട്ട് നമുക്ക് ആഘോഷിക്കണം എന്ന്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ പൂജാതനായതിൻ്റെ, മനുഷ്യാവതാരം ചെയ്തതിൻ്റെ 2025 വർഷങ്ങൾ നമ്മൾ ആചരിക്കുകയാണ്. അപ്പോൾ ഇത് ജൂബിലിയാണ്, അനുഗ്രഹമാണ്. നമുക്കതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പെരഗ്രീനി സ്പെയി എന്ന് പറയുന്ന ലത്തീൻ ഭാഷയാണ്, ലത്തീൻ വാക്കുകളാണ് മാർപ്പാപ്പ ഉപയോഗിച്ച്. പെരഗ്രീനി സ്പെയി, അംബുലാമൂസ് പെരഗ്രീനി സ്പെയി ആദ ആനും സാങ്ക്തും എന്ന് പറഞ്ഞാണ് മാർപ്പാപ്പ ഈ വർഷത്തെ ഉദ്ഘാടനം ചെയ്തത്. എന്ന് പറഞ്ഞാൽ ലെറ്റ് us walk as pilgrims of hope to the holy year. അപ്പോൾ നമുക്ക് കർത്താവ് തരുന്ന ഈ വലിയ സന്ദേശം നമുക്ക് സ്വീകരിക്കാം. എന്താണ് ഈ ഹോപ്പ് എന്ന് പറയുന്നത്, പ്രത്യാശ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഈ ചുറ്റുവട്ടങ്ങൾ നോക്കുമ്പോൾ പ്രത്യാശയ്ക്ക് ഇടയും വകയുമില്ലാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമ്പോഴും നമുക്ക് പ്രത്യാശയുള്ളവരായിരിക്കാൻ കഴിയുന്നു എന്നത് നമ്മുടെ ഭാഗ്യസ്മരണാർഹനായി കടന്നുപോയ വർഗീസ് കരിപ്പായി സാറ്, അദ്ദേഹം ഒരിക്കലും ഒരു പ്രസംഗം പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, സമാധാനത്തെക്കുറിച്ച് അനേകം ആളുകൾ ചിത്രങ്ങൾ രചിക്കുകയുണ്ടായി. സമാധാനത്തെക്കുറിച്ച് ചിത്രങ്ങൾ രചിച്ചത് ഒന്ന്, ഒരു വള്ളം, അതൊരു നദിയിൽ ഇങ്ങനെ പ്രശാന്തമായ ആ നദിയിൽ ഓളമോ ഒന്നുമില്ലാതെ ഒരു മനുഷ്യൻ ഇങ്ങനെ തുഴഞ്ഞു പോകുന്നതിൻ്റെ ആ ഒരു ചിത്രം. വേറൊന്ന് ഒരു പ്രാവിൻ്റെ രൂപം. മറ്റൊന്നുള്ളത് ഒരു കടൽ ഇങ്ങനെ ആർത്തിരുമ്പുകയാണ്. ആ ആർത്തിരുമ്പുന്ന കടലിൻ്റെ കല്ലുകൾക്കിടയിൽ ഒരു കൊച്ചു അരിപ്രാവ് അതിരുന്ന് സ്വസ്ഥമായിട്ട് അതിലിരിക്കുന്നതായ ഒരു ചിത്രം. ഞാനിപ്പോഴും അത് ഓർക്കുന്നുണ്ട്. കുഞ്ഞുനാളിൽ കേട്ട ഒരു പ്രസംഗമാണ്. അതായത് ചുറ്റുവട്ടങ്ങളിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ടെങ്കിലും ഈ അരിപ്രാവ് അതിന് യാതൊരു കൂസലുമില്ല. കാരണം അതിനെ നയിക്കുന്ന അതിൻ്റെ ദൈവം, അതിൻ്റെ ഇടയൻ, അതിൻ്റെ ഉടയവൻ തന്നെ സംരക്ഷിച്ചുകൊണ്ടു എന്നുള്ള വലിയ ബോധ്യത്തിൽ ഈ കല്ലുകൾക്കിടയിൽ അതായിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനേകം പ്രതിസന്ധികളിലൂടെയൊക്കെയാണ്. ഇപ്പോൾ ചൈനയിൽ വീണ്ടും ഒരു മഹാമാരി പൊട്ടിപ്പുറപ്പെടുന്നത് പോലെയുള്ള വാർത്തകളൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 5 വർഷം കഴിഞ്ഞതേ ഉള്ളൂ സത്യത്തിൽ കോവിഡ് പോലുള്ള മഹാമാരി നമ്മളിൽ നിന്നൊന്ന് മാറി നിന്നിട്ട് വീണ്ടും ഒന്നിനെ കൂടി അഭിമുഖീകരിക്കുവാൻ നമുക്കൊട്ടും സാധിക്കുകയുമില്ല. അപ്പം അങ്ങനെ പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷത്തിൽ പ്രത്യാശയുള്ളവരായി നീങ്ങുവാൻ എന്തു വന്നാലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം. ഈ ക്രിസ്മസിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളെല്ലാവരും കേട്ടതാണ്, നമ്മുടെ റാന്നിക്കടുത്ത് നമ്മളുടെ ഒരു കുടുംബത്തിലെ 4 മക്കൾ, ഹസ്ബൻഡ്, വൈഫ്, പിന്നെ അവരുടെ 2 പേരുടെയും അപ്പന്മാർ, അവർ 4 പേരും മരിച്ചത് നമ്മൾ പത്രത്തിലൂടെയൊക്കെ വായിച്ചു. നമുക്ക് വലിയ സങ്കടമായിരുന്നു. ഞായറാഴ്ച പൊട്ടിപ്പുറപ്പെട്ടത് ഇങ്ങനെ ഒരു വാർത്ത കേട്ടുകൊണ്ടാണല്ലോ. ഞാനതിന് ശേഷം ഈ ശുശ്രൂഷയിലെല്ലാം ഞാൻ സംബന്ധിച്ചു. ഞാൻ ഈ മക്കളുടെ വീടുകളിൽ പിന്നീടും പോയി. അപ്പോൾ അതിലെ ഇളയ, അതായത് മകളുടെ അമ്മയെ കാണാനായിട്ട് ഞാൻ പോയി. അപ്പോൾ അവൾ വലിയ സങ്കടമാണ്. കാരണം തൻ്റെ കുഞ്ഞെ നഷ്ടപ്പെട്ടു, തൻ്റെ ഭർത്താവ് തനിക്ക് നഷ്ടപ്പെട്ടു, മറ്റേ ആളും അങ്ങനെയൊക്കെ തന്നെയാണ്. അമ്മ ഇച്ചിരൂടെ
പ്രായമുള്ളതുകൊണ്ട് ഒരല്പം കൂടി ഈ കാര്യങ്ങൾ സ്വീകരിക്കുവാനായിട്ടൊരു പക്ഷെങ്കിൽ സാധിക്കും. എന്നാൽ ഈ മകളെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനയാണ്. പക്ഷേ അവളുടെ കയ്യിൽ ഒരു കൊന്ത ഉണ്ട്. അപ്പോൾ അവൾ അതിൽ പ്രത്യാശ വെച്ചുകൊണ്ട് അവൾ ജീവിക്കുകയാണ് കർത്താവിൽ. എന്നിട്ട് ഞാൻ അവൾ എനിക്ക് ചില മെസ്സേജസൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ അവളുടെ പ്രൊഫൈൽ ഞാൻ നോക്കുകയാണ്. എന്നിട്ട് അതിനകത്തിൽ എഴുതിയിരിക്കുന്ന ഇതാണ്: ഐ ലവ് മൈ ക്രൈസ്റ്റ്, ഐ ലവ് മൈ ക്രൈസ്റ്റ്. എനിക്ക് അതാണ് നിങ്ങളോട് പറയാനുള്ളത്. വളരെയേറെ പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷത്തിൽ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് വിവാഹം കഴിഞ്ഞ് 15 ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ കാലയവനികയ്ക്കുള്ളിൽ മറയുന്നതായ ഒരു സാഹചര്യത്തിൽ രോഗിയായിരിക്കുന്ന തനിക്ക് എല്ലാ തുണയും സങ്കേതവുമായിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെട്ടപ്പോഴും ആ മകള് കുറിച്ചു വെക്കുന്നതായ കാര്യം: ഐ ലവ് മൈ ജീസസ്, ഐ ലവ് മൈ ജീസസ്. എൻ്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കേണ്ടതും പരിശീലിക്കേണ്ടതും. എനിക്ക് വളരെ ഈ ഒരു അവസരത്തിൽ നിങ്ങളോടെല്ലാവരോടുമുള്ള എൻ്റെ ഒരു സ്നേഹം ഇതാണ്: നമുക്ക് നമ്മുടെ കർത്താവിനെ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് എന്ത് തന്നെ വന്നാലും നമ്മൾ തീർച്ചയായിട്ടും ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ, വേദനകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഭാരപ്പെട്ടേക്കും. പക്ഷേ നമ്മളെ നശിപ്പിക്കാൻ സാധിക്കത്തില്ല, നമ്മളെ ഇല്ലാതാക്കുവാൻ സാധിക്കത്തില്ല. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഈ ഒരു വിശ്വാസമാണ് സത്യത്തിൽ ചരിത്രം ഉറങ്ങുന്ന ഈ മണ്ണിൽ നിന്ന് നമ്മൾ ലോകത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. എന്ത് തന്നെ സംഭവിക്കട്ടെ, എന്ത് സംഭവിച്ചാലും എൻ്റെ യേശു എന്നോട് കൂടെയുണ്ട്. എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ തലയിലെ ഒരു മുടിനാര് പോലും കൊഴിയുന്നില്ല എന്നുള്ള വലിയ ബോധ്യം എനിക്കുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉച്ചൈസ്വരത്തിൽ നമുക്ക് പറയാൻ ഇടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതാണ് വിശ്വാസം, ഇതാണ് പ്രത്യാശ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.